രക്തസമ്മർദ്ദവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ കൂടുതൽ ടാബ്ലറ്റുകൾ കഴിക്കുന്നു, അതിനുള്ള ചികിത്സകൾ തേടുന്നു, എല്ലാം ശരി തന്നെ. എന്നാൽ ഈ ലോ BP കാറ്റഗറിയിൽ വരുന്ന ചില ആളുകൾ, അവർക്ക് ഈ ഒരു കാലാവസ്ഥയിൽ കൂടുതലും തലചുറ്റൽ വരുന്നു, ഛർദി വരുന്നു എന്നുള്ള പരാതികൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. ഇതിനെ എങ്ങനെയാണ് മറികടക്കേണ്ടത്? ഇതിനകത്ത് നമ്മൾ രണ്ട് കാര്യം മനസ്സിലാക്കണം. ഒന്ന്, ലോ BP എന്നൊരു അസുഖമില്ല. പല ആൾക്കാരുടെയും ഒരു തെറ്റിദ്ധാരണയാണ്, ഡോക്ടറെ എന്റെ BP വളരെ കുറവാണ്, എനിക്ക് അതെങ്ങനെ കൂട്ടാം. ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾ ഭാഗ്യവാനാണ്, നിങ്ങളുടെ മുടി നരച്ചിട്ടില്ല, അതിനെ വെളുപ്പിക്കണ്ട. അതിനർത്ഥം എത്രത്തോളം ബ്ലഡ് പ്രഷർ കുറഞ്ഞിരിക്കുന്നുവോ അത്രയും നമുക്ക് ആരോഗ്യകരമായി നല്ലതാണ്. BP അകാരണമായി കൂട്ടേണ്ട കാര്യമില്ല. പക്ഷേ ഫോൾ ഇൻ ബ്ലഡ് പ്രഷർ, അതായത് പ്രഷർ ഒരാളുടെ പ്രഷർ പൊടുന്നനെ കുറയുന്നത് ഒരു അപകടാവസ്ഥ സൂചിപ്പിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അത് സാധാരണഗതിയിൽ ശരീരത്തിൽ നിന്ന് ഒരുപാട് ജലാംശം പോകുന്നു. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി ഓക്കാനും ഛർദിയൊക്കെ വന്ന് ഛർദിക്കുന്നു, നമ്മുടെ ശരീരത്തിൽ ജലാംശം ഒരുപാട് പോകുന്നു, അല്ലെങ്കിൽ ആക്സിഡന്റിലൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് ബ്ലഡ് പോകുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലാണ് പലപ്പോഴും ഈ ബ്ലഡ് പ്രഷർ വളരെ കുറഞ്ഞു പോകുന്നത്. പലപ്പോഴും നമ്മൾ ഈ ഹീറ്റ് എക്സോഷൻ, ഹീറ്റ് സ്ട്രോക്ക് ഒക്കെ വന്നിട്ട് രോഗികളെ പരിശോധിക്കുമ്പോൾ BP അവരുടെ കുറവായിരിക്കും. കാരണം അവർക്ക് വലിയ ഡീഹൈഡ്രേഷൻ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ BP കുറഞ്ഞു പോകുന്ന അവസ്ഥ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പണ്ട് മുതലേ പ്രഷർ ആയിരിക്കുന്ന ആൾക്കാർ അത് ചികിത്സിക്കാനും കൂട്ടാനും പോകണ്ട, അത് നല്ല അവസ്ഥയാണ്. പക്ഷേ നമ്മുടെ ബ്ലഡ് പ്രഷർ പൊടുന്നനെ കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ആ അവസ്ഥയിൽ തീർച്ചയായിട്ടും അതിനുള്ള ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കണം. കാരണം പലപ്പോഴും ഒന്നുകിൽ അത് നിർജ്ജലീകരണത്തെ തുടർന്നാകാം, അല്ലെങ്കിൽ ശരീരത്തിൽ മറ്റെന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. സാധാരണഗതിയിൽ ചൂട് സമയത്ത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുമാതിരി ജലാംശവും ഉപ്പിന്റെ അംശവും കുറയാതെ ശ്രദ്ധിക്കുക. ഡോക്ടർ, കൈക്കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അമ്മമാർക്ക് വളരെയധികം ആശങ്കയാണ്. കാരണം ഇത്തരമൊരു കാലാവസ്ഥ ഇതുവരെ അവർ നേരിട്ടിട്ടില്ല. ഈ AC മുറികളിൽ കൂടുതൽ സമയം അവരെ ഇരുത്താനുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു സമയത്തിൽ അവരെ എങ്ങനെയാണ് പരിപാലിക്കുക? ഞാൻ മുൻപ് സൂചിപ്പിച്ചത് മാതിരി എക്സ്ട്രീംസ് ഓഫ് ഏജ്, അതായത് പ്രായം തീരെ കുറഞ്ഞിരിക്കുന്നവർക്കും പ്രായം തീരെ കൂടിയിരിക്കുന്നവർക്കും അപകട സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവർക്ക് പലപ്പോഴും ഒരു സ്വയം രക്ഷ പ്രാപ്യമായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രായം കുറഞ്ഞിരിക്കുന്ന, താങ്കൾ ഈ സൂചിപ്പിച്ചത് മാതിരി കൈക്കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും അവർക്കും ജലം ആവശ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അവർക്ക് നമ്മളോട് പറയാൻ സാധിക്കില്ല. പലപ്പോഴും അവർ നിർത്താതെ കരയുകയും മറ്റുമായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അവർക്ക് AC മുറിയോ അല്ലെങ്കിൽ ഫാനിട്ട മുറിയോ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ഏതായാലും വെയിലത്ത് കൊണ്ടുപോകരുത്. യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുക. പലപ്പോഴും നമുക്കൊരു സ്വഭാവമുണ്ട്, ഈ കൊച്ചു കുഞ്ഞുങ്ങളെ, ഈ 3 മാസം 6 മാസം ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളെ നമ്മൾ അടിമുടി കരിമ്പടവും ബ്ലാങ്കറ്റൊക്കെ ഇട്ട് പൊതച്ച് തൊപ്പിയൊക്കെ വെച്ച് അവന് ഒരു രീതിയിലും തണുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ അവനെ മാറ്റും. അതിന്റെ ഒരു ആവശ്യവുമില്ല. അവർക്കും വളരെ നേരിയ കോട്ടൺ ഉടുപ്പുകൾ മാത്രം ഇടുക, ചൂടുണ്ടാകാതെ ശ്രദ്ധിക്കുക. ആ മതിയായ അളവിൽ അവർക്കും വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്രത്തോളം പുറത്തു പോകാത്ത ആളുകൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാകാനൊന്നും പോകുന്നില്ല. പക്ഷെ ആവശ്യമുള്ള അളവിലുള്ള ജലം അവർക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുക. അവരെ ഈ പറഞ്ഞ ചൂട് വസ്ത്രങ്ങളൊക്കെ ഇടുകയും ചൂട് സ്ഥലങ്ങളിൽ പോകാതിരിക്കുകയും, ചിലരിപ്പോ തുറന്ന ബൈക്കിലൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് യാത്ര ചെയ്യും, പ്രത്യേകിച്ച് ഉഷ്ണ സമയത്തൊക്കെ. അതൊന്നും വേണ്ട. അനാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കുക. അഥവാ യാത്രകൾ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ പ്രഭാത വേളകളിലോ അല്ലെങ്കിൽ സായാഹ്ന വേളകളിലോ ആക്കുക. തീർച്ചയായിട്ടും നേരിട്ടുള്ള ചൂട് അവർക്ക് അടിക്കാതിരിക്കുക. മാത്രമല്ല, ഈ കുറച്ചുകൂടെ പ്രായം ചെന്ന കുട്ടികളാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അവര് പലപ്പോഴും പുറത്ത് കളിക്കും. ഇപ്പൊ പലരും ഹോളിഡേയ്സ് ആയതുകൊണ്ട് വെക്കേഷൻ ടൂറിനും ഇതിനും ഒക്കെ പോകും. അപ്പോഴെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. തീം പാർക്കുകളിലൊക്കെ ഇപ്പം ചിലപ്പോൾ വാട്ടർ തീം പാർക്കിൽ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വെള്ളത്തിനകത്തല്ലേ കിടക്കുന്നത്, കുഴപ്പം വരില്ല എന്ന്. ആ ധാരണ തെറ്റാണ്. സ്കിൻ ബേൺസ്, ഒരുപാട് തരത്തിലുള്ള ഹീറ്റ് റാഷസ്, ഹീറ്റ് സ്ട്രോക്ക്, ഹീറ്റ് എക്സോഷൻ ഒക്കെ അപ്പോഴും ഉണ്ടാകാം. അതുകൊണ്ട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കഴിയുന്നതും 11 മുതൽ 3 വരെയുള്ള സമയത്ത് തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി 12 തൊട്ട് 2 വരെ ഡെഫിനറ്റ്ലി നമ്മൾ അത് ഒഴിവാക്കണം. ഡോക്ടർ, ആർത്തവ സമയത്ത് സ്ത്രീകളിൽ കൂടുതൽ പ്രശ്നങ്ങളാണ് ഈ ഒരു കാലാവസ്ഥ സൃഷ്ടിക്കുന്നത്. അവർ മാനസിക സമ്മർദ്ദത്തിലോട്ട് പോലും പോകുന്ന ഒരവസ്ഥ, ജോലി സ്ഥലങ്ങളിൽ പോലും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട ഒരവസ്ഥയാണ്. അവർ ഏത് രീതിയിലാണ് ഈ ഒരു സാഹചര്യത്തെ മറികടക്കേണ്ടത്? പലപ്പോഴും നമ്മൾ ഈ സ്ത്രീകളെയും അതുപോലെ ആർത്തവ സമയത്തുള്ള അവർക്കുള്ള പ്രത്യേക പരിഗണനയും ഒക്കെ നമ്മൾ ഓവർലുക്ക് ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മൾ അതൊന്നും നോക്കാറില്ല. അപ്പം തീർച്ചയായിട്ടും അത് അവർക്ക് മുന്തിയ പരിഗണന ആവശ്യമുണ്ട്. കാരണം ഓൾറെഡി നമ്മൾ ഇറിറ്റേറ്റഡ് ആണ്.
നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഉഷ്ണമാണ്, ചൂടാണ്, പലപ്പോഴും കറണ്ട് പോകുന്നു, പിന്നെ പലയിടത്തും ഫാന് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ പണി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അതിന് വേണ്ട സാഹചര്യമില്ല. അപ്പൊ ഓൾറെഡി നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആൻഡ് ഫ്രസ്ട്രേറ്റഡ് ആണ്. അതിന്റെ കൂടെ ഈ ഒരു മെൻസ്ട്രൽ സമയത്ത് ഒരു പ്രീ മെൻസ്ട്രൽ സ്ട്രെസ്സും മെൻസ്ട്രേഷൻ സമയത്തുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ചേരുമ്പോൾ ഒരു ഇറിറ്റേഷൻ ലെവൽ കൂടുതലായിരിക്കും. അപ്പൊ അത് നമ്മൾ തിരിച്ചറിയണം. തീർച്ചയായിട്ടും അവർക്ക് വേണ്ട സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. ഒപ്പം ഞാൻ മുൻപ് സൂചിപ്പിച്ച കാര്യങ്ങൾ, അതായത് കഴിയുന്നതും തണലത്ത് ചെയ്യാൻ, ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ, ഈ പിന്നെ എക്സ്ട്രീംസ് ഓഫ് ഏജ്, ഗർഭിണികൾ, സ്ത്രീകൾ, ഇവർക്കൊക്കെ ബുദ്ധിമുട്ട് കൂടുതലാണ് പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് അവർക്ക് പ്രത്യേക പരിഗണന ആവശ്യമുണ്ട്. അവര് നിർജ്ജലീകരണം ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണം. കഴിയുന്നതും തണുത്ത സ്ഥലങ്ങളിലും പിന്നെ ഈ തണലിലുമായിരിക്കണം പിന്നെ ജോലി ചെയ്യുന്നത്.